വിശദമായ വാർത്തകളിലേക്കാണ്. അണക്കെട്ടുകൾക്കും ബഫർ സോൺ ഏർപ്പെടുത്തിയ വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഉത്തരവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. മോൻസ് ജോസഫ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഉത്തരവ് പിൻവലിക്കുമെന്ന് ജലവിഭവ മന്ത്രി സഭയിൽ പറഞ്ഞു. മന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, അണക്കെട്ടുകൾക്കും ബഫർ സോണുകൾക്കും ഏർപ്പെടുത്തിയ വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ഇപ്പോൾ ഉത്തരവ് പിൻവലിക്കുമെന്ന് ജലവിഭവ മന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുന്നു. മന്ത്രിയുടെ ഒരു നിലപാട് പ്രതിപക്ഷം സ്വാഗതം ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ. വൃന്ദ എന്ന അടിയന്തര പ്രമേയമായി സഭയിലെത്തിയത് ജലവിഭാഗ വകുപ്പിന്റെ കീഴിലുള്ള അണക്കെട്ടുകളുടെ പരമാവധി ജലനിരപ്പിൽ നിന്നുള്ള കരയുടെ ഭാഗത്തേക്കുള്ള 20 മീറ്റർ ബഫർ സോണായി പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. ഈ ഒരു വിഷയം സാധാരണ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് മോൻസ് ജോസഫ് MLA ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പറഞ്ഞത്. അതായത് സാധാരണഗതിയിൽ വീട് വയ്ക്കാനായി സാധാരണ ജനങ്ങൾ ഈ തീരത്തുള്ള ഭാഗത്തുള്ള വസ്തുവിൽ വീട് വയ്ക്കുമ്പോൾ ഈ തരത്തിലുള്ള നിയമം ബാധകമാകുന്നു. അവർക്ക് NOC ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ബാധിക്കുന്നുവെന്നാണ് ഇതിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിന് മറുപടി നൽകിയത്. ഉത്തരവുകളിൽ ആശങ്കയും ആശയക്കുഴപ്പവും വേണ്ട എന്ന് തന്നെയാണ്. അണക്കെട്ടുകൾ സംരക്ഷിക്കേണ്ട നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ NOC ഇത് നേരത്തെ വാങ്ങണമെന്ന നിലവിൽ പറഞ്ഞിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ അടക്കം പരിസരത്തുള്ള വീടുകൾക്ക് അനുമതി നൽകുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഉറപ്പു നൽകുന്നു, അനുമതി നൽകുമെന്നുള്ള കാര്യം തന്നെയാണ്. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ സംരക്ഷണം നൽകേണ്ട സാഹചര്യമുള്ളത് കൊണ്ടാണ് NOC അടക്കം വാങ്ങേണ്ടത്. എന്നാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിഷയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് അങ്ങനത്തിലുള്ള ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയവൽക്കരിക്കേണ്ട സാഹചര്യം ഇവിടെ ഇല്ല എന്നും 26/12 ഉത്തരവിൽ മാറ്റം വരുത്തും, അങ്ങനെ ഒരു ഉത്തരവിൽ ആശങ്കയുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉത്തരവ് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല, ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം തന്നെ ഉത്തരവ് പരിഷ്കരിക്കും, വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ലെന്ന് റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. ഏതായാലും ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മോൻസ് ജോസഫ് MLA പറയുന്നുണ്ട്. ആളുകൾ കയറി ഇറങ്ങുകയാണ്, വീട് വയ്ക്കാൻ പോലും ബുദ്ധിമുട്ടുന്നു, ഈ നിയമത്തിന്റെ പേരും പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യം ഇനി ഉണ്ടാകില്ല. വേനൽക്കാലത്ത് പോലും കൃഷിനാശമുണ്ടാകുമ്പോൾ പണം നൽകുന്ന സർക്കാരാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്കും സാധാരണക്കാർക്കും വേണ്ട കാര്യങ്ങൾ സർക്കാർ നൽകുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഈ പ്രശ്നത്തിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി പ്രസംഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ആശങ്ക ഉണ്ട്, അവനോട് ഈ ചേർന്ന പ്രദേശങ്ങളിലെ ഈ ചട്ടം അത് പരിഷ്കരിക്കണമെന്ന് തന്നെയാണ്. ഏതായാലും 10 സെന്റിൽ താഴെയുള്ള ആളുകൾ ഇന്ന് എവിടെയാണ് വീട് വയ്ക്കുക, അവർക്ക് ഒരു പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തരവ് പിൻവലിക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ ഉത്തരവ് നടപ്പാക്കില്ല എന്നുള്ള ഉറപ്പ് റോഷി അഗസ്റ്റിൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല, ചർച്ച ചെയ്യേണ്ട വിഷയം പരിഗണിക്കുന്നുവെന്നാണ് പറയുന്നത്. അതായത് ഉത്തരവിൽ ആശങ്ക വേണ്ട, പിൻവലിക്കുമെന്ന് നേരത്തെ മന്ത്രി ഉറപ്പ് നൽകിയതാണ്, അത് ആവർത്തിക്കുന്നു. ഉത്തരവ് പിൻവലിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ഇത് വളരെ സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷം അറിയിച്ചു. സഭയ്ക്ക് അതായത് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. പ്രതിപക്ഷം മന്ത്രിയുടെ ഉറപ്പ് അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്.